എവ്രിവൺ, വെൽക്കം ടു മീനൂസ് മെനു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ കട്ട്ലേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവൻ അത് വെജിറ്റബിൾ ആണെങ്കിലും അത് കഴിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു മീറ്റ് കട്ട്ലേറ്റൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ വാഴക്കൂമ്പ് യൂസ് ചെയ്താണ്, അതായത് ബനാന ബ്ലോസം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് കാണാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് വാഴച്ചുണ്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. അത് പച്ചവെള്ളത്തിൽ അരിഞ്ഞതിന് ശേഷം പച്ചവെള്ളത്തിൽ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും ഒക്കെ ഇട്ട് അതിലൊന്ന് കുറച്ച് നേരം ഒന്ന് ഇട്ട് വെച്ചതാണ്. അതിൻ്റെ കറ മാറാൻ വേണ്ടി അങ്ങനെ ചെയ്താൽ മതി. അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ 2 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുള്ളതും ഒരു വലിയ സബോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും മസാലപ്പൊടികളായ കുരുമുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും 2 മുട്ടയുടെ വെള്ളയും ബ്രെഡ് ക്രംസുമാണ് ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പാൻ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒത്തിരി എണ്ണയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം അതിൻ്റെ ആ മിക്സ് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ സബോള ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സബോള വഴന്ന് വരാൻ എളുപ്പത്തിന് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സബോള ഇവിടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സബോളയും ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വാഴച്ചുണ്ടൊന്ന് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3-4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 3 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിന് ശേഷം ഒരു മൂടി കൊണ്ട് മൂടി നമുക്കൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് വേവിക്കാൻ വേണ്ടി ഇതിലോട്ട് പ്രത്യേകം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് വരെ ഇതൊന്ന് വെച്ച് വേവിച്ചെടുക്കാം. ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വാഴച്ചുണ്ടെല്ലാം ഇവിടെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ച് റെഡിയാക്കി വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം പറഞ്ഞ പോലെ 2 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മീഡിയം സൈസിലുള്ളതാണ് എടുക്കുന്നതെങ്കിൽ ഒരു 3-4 ഉരുളക്കിഴങ്ങ് വെള്ളത്തിലൊന്നിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങി എടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതിയായിരിക്കും. അതിന് ശേഷം ആ ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് നമുക്ക് ഈ വാഴച്ചുണ്ടിനകത്തോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വാഴച്ചുണ്ടും ഉരുളക്കിഴങ്ങും എല്ലാം, അതായത് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ആ മിക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിച്ച് എല്ലാം എടുത്ത് അത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം എല്ലാം ഇപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ വാഴച്ചുണ്ട് കട്ട്ലേറ്റ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതായത് നമുക്ക് കയ്യിൽ പിടിച്ചതൊന്ന് ഷേപ്പ് ആക്കണമല്ലോ, കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ആക്കണം. അപ്പം അതിന് ആവശ്യത്തിനുള്ള ചൂട് മാത്രം ഒന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ ഇപ്പോൾ ഏകദേശം അത് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു നോർമൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ളൊരു കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലിപ്പം മോൾഡ്സ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ ആ മോൾഡൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട്ലേറ്റ് പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പം ഈ ബാറ്റർ ഫുള്ളും വെച്ചിട്ട് ഞാൻ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ ഉള്ള കട്ട്ലേറ്റ്സ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം നല്ല റൗണ്ട് ഷേപ്പിൽ എല്ലാം പ്രിപ്പയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നും ആദ്യം എഗ് വൈറ്റിലൊന്ന് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്യാം. അതിന് ശേഷം ബ്രെഡ് ക്രംസിൽ അതൊന്ന് ഡിപ്പ് ചെയ്ത് നന്നായിട്ട് അതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഈ ഫുൾ കട്ട്ലേറ്റിനും ആ 2 പ്രോസസ്സും ആദ്യം എഗ് വൈറ്റിൽ ഡിപ്പ് ചെയ്ത് അതിന് ശേഷം ബ്രെഡ് ക്രംസിലും അതൊന്ന് ഡിപ്പ് ചെയ്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഫുൾ കട്ട്ലേറ്റും നമ്മൾ നന്നായിട്ടൊന്ന് എഗ് വൈറ്റിലും ബ്രെഡ് ക്രംസിലും എല്ലാം കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം.
ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ചൂടായ പാനിലോട്ട് നമുക്ക് അത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രം അതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച കട്ട്ലേറ്റുകൾ ഓരോന്നോരോന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. കട്ട്ലറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ പുറം ഭാഗം അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡും അപ്പുറം ഇപ്പുറം ഒന്ന് മറച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലൊക്കെ ആയി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് വറുത്ത് കോരാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല അടിപൊളി വാഴച്ചുണ്ട് കട്ട്ലേറ്റ് ഇവിടെ റെഡിയാണ്. ഇത് എന്താ പറയുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കട്ട്ലേറ്റ് ഓപ്ഷനാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇതിനെ നമുക്കൊരു മീറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടും വേണമെങ്കിൽ പറയാം. അത് നമ്മൾ കഴിക്കുമ്പം ഈവൻ ദോ അത് വെജിറ്റബിൾ കട്ട്ലേറ്റ് ആണെങ്കിലും നമുക്ക് ഒരിക്കലും അത് ഫീൽ ചെയ്യത്തില്ല. ശരിക്കും ഒരു മീറ്റ് കട്ട്ലേറ്റ് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റാണ് ഈ കട്ട്ലേറ്റിനും. അതുപോലെ നമ്മളിപ്പോൾ നോയമ്പൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ മീറ്റ് കഴിക്കാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ കട്ട്ലേറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ താഴെയുള്ള കമൻസിൽ എഴുതി എന്നെ അറിയിക്കാനും മറക്കല്ല. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ to see more delicious recipes from Meenus menu.